നിങ്ങളുടെ മുടി നല്ല കരുത്തോടെ വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും അതേപോലെ താരന് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഇതൊരു മാജിക്കൽ വാട്ടർ എന്ന് തന്നെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറ്റിയിട്ട് നല്ല തിക്കായിട്ട് ലോങ് ഹെയർ ആയിട്ട് വളരാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതൊരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും അതേപോലെ സ്കാൽപ്പിലുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചൊറിച്ചിൽ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു മാജിക്കൽ വാട്ടർ. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിത് രാത്രിയിലും ചെയ്യാം. രാത്രിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ അല്ല, നമ്മൾ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം കെട്ടി വയ്ക്കാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ മാജിക്കൽ വാട്ടർ. അപ്പം നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്ന തേയിലപ്പൊടിയാണ് കേട്ടോ, ചായപ്പൊടി. അപ്പോൾ ചായപ്പൊടി ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ചായ ഇടുന്ന ഏത് പൊടിയാണോ ആ ഒരു പൊടി എടുത്താൽ മതി. അപ്പോൾ 1 സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഉലുവയാണ്. ഉലുവ നമ്മൾ 1 സ്പൂൺ എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി വരണം. അതേപോലെ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതൊരു 3/4 ഗ്ലാസ് ആകുന്നിടം വരെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എങ്കിലാണ് അതിൻ്റെ ആ ഒരു ഫുൾ സത്ത് അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ നന്നായിട്ട് ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു വാട്ടർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് ഇതേപോലെയുള്ള ഒരു അരിപ്പ് വഴി അരിച്ചെടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക്കൽ വാട്ടറാണ്. അതേപോലെ തന്നെ ഹെയർ പാക്കാണ്. നമുക്കിത് ഡെയിലി 2 നേരം വെച്ച് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ബെസ്റ്റാണ്. അതേപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് മുടി തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വളരെ ഈസിയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം പോയി വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോയും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഡെയിലി 2 നേരം വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും അതേപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വകകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണെങ്കിലും നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. അതേപോലെ തന്നെ മുടി എപ്പോഴും തന്നെ നന്നായിട്ട് കെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയായി കൊണ്ടു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം മുടി മൊത്തത്തിലും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിൽ അപ്ലൈ ചെയ്യുന്ന കാണിക്കുന്നില്ല, കാരണം എനിക്ക് ബാക്കിലേക്ക് ഇടുമ്പോഴത്തേക്കും ക്യാമറ തട്ടി താഴെ പോകും കേട്ടോ. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹെയർ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടിയിലെ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും കേട്ടോ. അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുക. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.